തൊഴിൽ രഹിതരുടെയും അഭ്യസ്ത വിദ്യരുടെയും അഭയകേന്ദ്രമായി കരുതപ്പെടുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തികളായി മാറ്റരുതെന്നാവശ്യപ്പെട്ട് AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പള്ളിക്കവലയിലുള്ള ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. AISF സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്തു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുക, കരാർ നിയമങ്ങൾ അവസാനിപ്പിക്കുക, ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് AIYF എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തൊഴിൽ രഹിതരായിരുന്ന ചെറുപ്പക്കാർക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും PSC വഴിയും ഏറ്റവും കൂടുതലായി തൊഴിൽ നൽകിയ സർക്കാരിന് കീഴിൽ തന്നെയാണ് കരാർ നിയമനങ്ങൾ നടക്കുന്നു എന്നത് ആശ്ചര്യം ജനിപ്പിക്കുന്ന കാര്യമാണ്. ഇതുമൂലം എംപ്ലോയ്മെന്റുകളിൽ പേര് നൽകി കാത്തിരിക്കുന്നവരുടെ ഭാവി ജീവിതം ഇരുളടയുകയാണെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AISF സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ രാജ് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ കരാർ നിയമനങ്ങൾക്കെതിരെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്തെ ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും മാതൃകയായിട്ടുള്ള വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയിൽ ഉൾപ്പെടെ കരാർ നിയമനങ്ങൾ നടത്തുമ്പോൾ രാജ്യത്തിന്റെ UPSC വഴി, RRB വഴി ഉൾപ്പെടെയുള്ള, റെയിൽവേ വഴി ഉൾപ്പെടെയുള്ള നിരവധി കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗ സംവിധാനങ്ങളിൽ നിയമനങ്ങൾ നടത്താതെ അവിടെയെല്ലാം കരാർ നിയമനങ്ങൾ നടത്തുമ്പോൾ രാജ്യത്ത് അതിനെതിരെ അതിശക്തമായി പ്രവർത്തിക്കുന്ന, അതിശക്തമായി പ്രതിഷേധിക്കുന്ന, അതിശക്തമായി പ്രതിരോധിക്കുന്ന AIYF കൂടി നടത്തിയ പോരാട്ടങ്ങളുടെ ഭാഗമായി അധികാരത്തിലേറിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ വെട്ടിക്കുറച്ചുകൊണ്ട് സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എങ്കിൽ അതിനെ ഒരു കാരണവശാലും AIYF അംഗീകരിക്കില്ല എന്നാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ യുവാക്കളോടും യുവതികളോടും AIYFന് ഉറപ്പു പറയുവാനായിട്ടുള്ളത്. AIYF ജില്ലാ പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം സനീഷ് മോഹനൻ, AIYF ജില്ലാ സെക്രട്ടറി KJ ജോയിസ്, AIYF മുൻ ദേശീയ കൗൺസിൽ അംഗം പ്രിൻസ് മാത്യു, കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VT ഷാൻ, AISF ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഡെൽവിൻ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി.